നിങ്ങളൊരു കാര്യം, ഞാൻ പല വാർത്താമാധ്യമങ്ങളും കണ്ടു, കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക വൈകുന്നു, ഭയങ്കര തർക്കമാണ്, ഭയങ്കര പ്രശ്നമാണ് എന്നെല്ലാം പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ 5 സീറ്റ് ഒഴിച്ചിട്ട് അത് വേറെ ചില കാര്യങ്ങൾ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള ബാക്കി 87 സീറ്റും തീരുമാനമായി. അല്ല 95 മുതലുള്ളത്. അതിൽ ഈ 5 സീറ്റ് ഒഴിച്ച് 90 സീറ്റും തീരുമാനമായി. എന്ത് ചെയ്യണം? 90 സീറ്റിലും തീരുമാനമായി. എത്ര ദിവസം എടുത്ത്? 2 ദിവസം എടുത്ത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞത് നിങ്ങൾ ശ്രദ്ധിക്കണം. ആദ്യത്തെ 24 മണിക്കൂർ നടന്നില്ലല്ലോ. എന്തുകൊണ്ടാണ് നടക്കാതെന്ന് നിങ്ങൾക്കറിയാമല്ലോ. സ്ക്രീനിങ് കമ്മിറ്റി ചെയർമാൻ ഇവിടെ എത്താൻ പറ്റിയില്ല അല്ലേ? ഒരു ദിവസം ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യാം. അദ്ദേഹത്തിന് സുഖമില്ലാതായതിനെ തുടർന്ന് അദ്ദേഹത്തിന് ഡയാലിസിസ് ആയിരുന്നു, അദ്ദേഹത്തിന് ഇവിടെ എത്താൻ പറ്റിയില്ല. അപ്പോൾ മിനിങ്ങാന്ന് നടത്തേണ്ട കാര്യം ഇന്നലെ നടന്നു. ഒരു ദിവസം കൊണ്ട് ഞങ്ങൾ പറഞ്ഞു ഇത് പ്രഖ്യാപിച്ചാൽ 24 മണിക്കൂറിനകം 50 സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു. ആദ്യത്തെ ദിവസം നടക്കാത്തത് ഞങ്ങൾ തമ്മിലുള്ള തർക്കം കാരണമല്ലല്ലോ, സ്ക്രീനിങ് കമ്മിറ്റി കൂടാൻ പറ്റാത്തതുകൊണ്ട് അദ്ദേഹം എത്തിയതുകൊണ്ടാണ്. അപ്പോൾ ഈ മിനിങ്ങാന്ന് വൈകുന്നേരം നടക്കേണ്ട കാര്യം ഇന്നലെ വൈകുന്നേരം നടന്നു. ഇന്നലെ വൈകുന്നേരം നടക്കേണ്ട കാര്യം ഇന്ന് തീർത്ത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 2 ദിവസം കൊണ്ട് കോൺഗ്രസിൻ്റെ 95 സ്ഥാനാർത്ഥികളെയും തീരുമാനിച്ചിട്ടുണ്ട്. 95 സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചിട്ടുണ്ട്. ഇനി എനിക്ക് നിങ്ങളോടുള്ള ചോദ്യം, കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ ഏതെങ്കിലും തിരഞ്ഞെടുപ്പിൽ ഇത്രയും പെട്ടെന്ന് സ്ഥാനാർത്ഥി നിർണ്ണയം നടന്നിട്ടുണ്ടോ? നിങ്ങളതൊക്കെ ഒന്ന് പറയണം. കാരണം വാർത്തകൾ തന്നെ വേറെയാണ്, ഭയങ്കരമായിട്ട് വൈകുന്നു, മറ്റേതാണ് മറിച്ചതാണെന്നുള്ള. പിന്നെ ചില കാര്യങ്ങൾ ഞങ്ങൾ വൈകിച്ചാണ്. കാരണം CPM നിന്നുള്ള ചില റിപ്പോർട്ടുകളും ചില കാര്യങ്ങളും വേണ്ടി ഞങ്ങൾ ആദ്യത്തെ ദിവസം അനൗൺസ് ചെയ്തിരുന്നെങ്കിൽ ഞങ്ങൾ തളിപ്പറമ്പിലൊക്കെ എന്ത് ചെയ്തേനെ. ഞങ്ങൾ ഒരു ദിവസം വൈകിയപ്പോഴാണ് തളിപ്പറമ്പിലൊക്കെ ഈ ഡെവലപ്മെൻറ്റ് ഉണ്ടായത്. ഞങ്ങൾ അതിനും കൂടി വേണ്ടി കാത്തിരുന്നു. അപ്പോൾ കോൺഗ്രസ് ചരിത്രത്തിൽ ആദ്യമായി ഏറ്റവും ചുരുങ്ങിയ സമയത്ത്, പിന്നെ ഇന്ന് ഇത്രയും വൈകിയത് എന്താണ്? അവിടെ ആസാമിലെ CEC നടക്കുകയാണ്, തമിഴ്നാട്ടിൽ നടക്കുകയാണ്, പൂണ്ടിച്ചേരിയിൽ നടക്കുകയാണ്. ഞങ്ങളവിടെ ചെന്ന് കേരളത്തിൻ്റെ ചർച്ചയല്ലേ നടക്കണം. കേരളത്തിൻ്റെ ചർച്ച ആകെ നടന്നത് 2.5 3.25 മണിക്കൂറാണ് നടന്നത്. ആദ്യം ഒരു 3/4 മണിക്കൂർ ഇരുന്നു, പിന്നീട് അവർ ആസാമിൻ്റെ ഇതിന് പോയി, പിന്നീട് രാത്രി 11 മണി കഴിഞ്ഞിട്ട് പിന്നെ ഒരു 2.5 മണിക്കൂർ കൂടി ഇരുന്നു. ആകെ 3.25 മണിക്കൂറാണ് ചർച്ച നടന്നത്. കാരണം കോൺഗ്രസ് പ്രസിഡൻറ്റിനും രാഹുൽ ഗാന്ധിക്കും അവർക്ക് ഈ പറഞ്ഞ ആസാമിൻ്റെ മറ്റ് ചർച്ചകളിൽ പോകണ്ടേ. നിങ്ങളെല്ലാവരും എഴുതി കുറേ മണിക്കൂറുകളായി അവരവിടെ ഇരിക്കുന്നു. ഞങ്ങളാകെ ഇത്ര സമയം എടുത്തുള്ളൂ. 3.25 മണിക്കൂർ കൊണ്ട് ഞങ്ങൾ 36 സ്ഥാനാർത്ഥികളെ കഴിഞ്ഞ ദിവസം അനൗൺസ് ചെയ്ത കൂടാതെയുള്ള 36 സ്ഥാനാർത്ഥികളെയും തീരുമാനിച്ചു. വളരെ വിശദമായി ചർച്ച ചെയ്ത് ഓരോ സ്ഥാനാർത്ഥിയുടെയും സാധ്യതകളും മറ്റതെല്ലാം ചർച്ച ചെയ്ത് ഞങ്ങൾ തീരുമാനമെടുത്തു. അതിനെന്താ സംശയം? ഭംഗിയായിട്ട് തീരുമാനമെടുത്ത്. ഇത് ഏറ്റവും വേഗതയിൽ കോൺഗ്രസ് ചരിത്രത്തിലെ ഏറ്റവും വേഗത്തിലെടുത്ത തീരുമാനമാണ്. ഒട്ടും വൈകിട്ടില്ല, ഒരു തരത്തിലും വൈകിട്ടില്ല. മനസ്സിലായില്ലേ? 2 ദിവസം ഇത്രയും സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ എന്താ തെറ്റ്? ഇപ്പോഴും CPM പൂർത്തിയായിട്ടില്ലല്ലോ. ഇനിയുണ്ടല്ലോ അവരുടെ കുറേ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ ഇല്ലേ? അവർക്കും ഇല്ലേ 4-5 തീരുമാനിക്കുന്നുണ്ട് എന്തെന്നാണ് എൻ്റെ അറിവ്. ലീഗിൻ്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു, കേരള കോൺഗ്രസിൻ്റെ. അത് നാളെ ലിസ്റ്റ് വരുമ്പോൾ നിങ്ങൾക്കറിയാം. അതല്ല ഞാനത് പറയുന്നത് ശരിയല്ല. ലിസ്റ്റ് വരുമ്പോൾ അറിയാം. അപ്പോൾ ഒരു പൊട്ടിത്തെറി ഉണ്ടാകില്ല എന്നുള്ള വിശ്വാസം. ഒരു പൊട്ടിത്തെറിയും കോൺഗ്രസിൽ ഉണ്ടാകണ്ട. എന്തിനാ പൊട്ടിത്തെറി ഉണ്ടാകണത്? എന്തിനാ? ഇന്നത്തെ കാര്യത്തിൽ സ്ഥാനാർത്ഥിത്വം കിട്ടാത്ത ചിലരൊക്കെ അവരുടെ ഒരു വിഷമമൊക്കെ പറയുമായിരിക്കും. അതൊക്കെ സ്വാഭാവികമാണ്. ജനാധിപത്യ പാർട്ടികളിലൊക്കെ സാധാരണ. ഞാൻ അവരെ കുറ്റപ്പെടുത്തുന്നില്ല. ചിലപ്പോൾ ഒരു പെട്ടെന്നുണ്ടാകുന്ന വികാരം, ചിലപ്പോൾ അർഹതയുള്ളവരുണ്ടാവും. ഒരേ സീറ്റിൽ തന്നെ ഒന്നിൽ കൂടുതലുള്ള ആളുകൾ അർഹതയുള്ളവരുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് തന്നെ വിഷമിച്ചിട്ടുണ്ട് ചില സീറ്റിൽ ആളെടുക്കാൻ. അപ്പോൾ കിട്ടാത്ത ആൾക്കൊരു വിഷമം ഉണ്ടാവും. അവരെ ഞങ്ങൾ കണ്ട് സംസാരിക്കും. അവരെ സംഘടനാപരമായും അല്ലാത്ത കാര്യങ്ങളിലൊക്കെ ഞങ്ങൾ ശ്രദ്ധിക്കും. അവർക്ക് വേണ്ട സംരക്ഷണം കൊടുക്കും, അവർക്ക് വേണ്ട പ്രൊട്ടക്ഷൻ കൊടുക്കും. അങ്ങനെ ഞങ്ങൾക്ക് വിഷമമുണ്ടായ പല കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ ഒന്നിലധികം ആളുകൾ അർഹതയുള്ളവരുണ്ടാകുമ്പോൾ അതിൽ നിന്ന് ഒരാളെയും എടുക്കാൻ പറ്റില്ല, 2 പേരെ മത്സരിപ്പിക്കാൻ തീരുമാനിക്കാൻ പറ്റുമോ? അപ്പോൾ അത് ഞങ്ങൾക്ക് കൂടി വിഷമമുണ്ടാക്കിയിരിക്കുന്ന കാര്യങ്ങൾ ആ സീറ്റ് തീരുമാനത്തിൽ ഉണ്ടായിട്ടുണ്ട്. സാറേ, കെ സുധാകരൻ എന്ന ഒറ്റ നേതാവിനെ കഴിഞ്ഞ 2 ദിവസമായിട്ട് അദ്ദേഹത്തിന്റെ ഫ്ലാറ്റിന് പുറത്തേക്ക് പോലും അദ്ദേഹം വരാത്തൊരു സാഹചര്യം. അതൊന്നും എനിക്കറിയില്ല. അതൊക്കെ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടൊപ്പമാണ് അവിടെ താമസിക്കുന്നത്. ഞങ്ങളൊക്കെ ഫോണിലൊക്കെ അദ്ദേഹമായിട്ട് പല പ്രാവശ്യം സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളായിട്ടൊക്കെ ഞങ്ങൾ സംസാരിച്ചു. ഞങ്ങളെപ്പോഴൊക്കെ ബന്ധപ്പെടുകയല്ലേ, അവരൊക്കെ ആയിട്ട് എപ്പോഴും ബന്ധപ്പെടരല്ലേ. അതുപോലൊരു ബന്ധം ഉണ്ടായിരുന്നു. ഞാൻ സത്യം പറയും ഇന്ന് പോകണമെന്ന് വിചാരിച്ചു അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് നിങ്ങൾക്കറിയാലോ സമയം കിട്ടാത്തതുകൊണ്ടാണ് അത് പോകാൻ പറ്റാറുണ്ട്. അപ്പോൾ അദ്ദേഹം
ഇന്നും രാത്രി പോകുമോ അല്ലെങ്കിൽ രാവിലെ പോകുമെന്നാണ് ഞാൻ അറിഞ്ഞത്. അനുനയ ശ്രമം നടത്തുന്നത് അങ്ങനെ അനുനയമൊന്നുമല്ല, ഞങ്ങളൊക്കെ എപ്പോഴും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളല്ലേ. അസമിലെ ഭൂപൻ ബോറ ഇവിടെ കേരളത്തിൽ കെ സുധാകരനെ ആവർത്തിക്കുമെന്നൊരു അതൊക്കെ എങ്ങനെ വേണേലും കൊടുക്കാമല്ലോ. ഇപ്പം ചില ചാനലിൽ ഞങ്ങൾ ഇവിടെ ഇരുന്ന് ചർച്ച നടത്തുമ്പോൾ എന്താണ് ഇവിടെ ഭയങ്കര അടിയാണ്, ഭയങ്കര ബഹളമാണ്. എന്നോട് KC വേണുഗോപാല പറഞ്ഞത്, നമ്മൾ തമ്മിൽ ഭയങ്കര ബഹളമാണെന്ന് പറഞ്ഞൊരു വാർത്ത വരുന്നുണ്ട്, നീ ഒന്ന് നോക്കാൻ പറഞ്ഞു. അപ്പം ഞങ്ങൾ ചിരിച്ചുകൊണ്ടത് കാണുകയാണ്, ഞാനും KC വേണുഗോപാലും കൂടി ഭയങ്കര അടി നടന്നെന്ന്. ഒരു വാർത്തയാണ്, ഞങ്ങൾ രണ്ടുപേരും കൂടി ചിരിച്ചിരിച്ച് മണ്ണ് വെപ്പി ആ വാർത്ത കണ്ട്. ഞങ്ങൾ ഒരുമിച്ചിരുന്നാണ് അത് കാണുന്നത്. പുള്ളിയാണ് എന്നോട് പറഞ്ഞത്, പുള്ളിക്ക് ആരോ ഫോൺ വന്ന് ഇങ്ങനെ വാർത്ത ഇപ്പോൾ ചാനൽ മാറ്റിയിട്ട്, അപ്പോൾ ഏത് ചാനലാണെന്ന് പറയുന്നില്ല, ഞങ്ങൾ തമ്മിൽ ഭയങ്കര അടിയാണ്, ഞങ്ങൾ ഒരുമിച്ചിരുന്ന് കണ്ടത് ആസ്വദിച്ച്